എന്താ ക്വീൻസിലൊന്നും ആളില്ലാത്ത ആളില്ല എന്താ തുമാരാ നാം ക്യാ ഹൈ ഹിന്ദി ഹിന്ദി അപ്പൊ മലയാളം എന്താ ആളില്ലേ മൊത്തം മോശം കാരണം ഒത്തിരി ആൾക്കാർ കുറവാണ്. ചേട്ടൻ ഒന്ന് ഇതാക്കാം ചേട്ടാ ഒരു 5 എണ്ണം എടുത്തത് ഒന്നിനെത്ര എത്ര 40 കച്ചവടം പോയിട്ടില്ല. പിന്നെ നമുക്ക് ഒന്നിനെ എല്ലാത്തിനും 40 എല്ലാത്തിനും 40 ആണോ? ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് വിറ്റ് തരട്ടെ ഒന്ന് ചോദിച്ചോട്ടെ, ഒന്ന് നോക്കി നോക്കാം. അപ്പൊ എന്തായി കഴിഞ്ഞാലും ഒന്ന് സഹായിക്കാൻ വേണ്ടി നോക്കാണ്. ആരൊക്കെ വാങ്ങുമില്ലോ എന്ന് നമുക്കറിയില്ല. ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെങ്കിലും ചേട്ടാ ആ ചേട്ടൻ കഷ്ടപ്പെട്ടിട്ട് രാവിലെ മുതലേ വെക്കുന്നുള്ളൂ. ഒരാൾ വാങ്ങുന്നില്ല ചേട്ടാ. ഒരു പൈനാപ്പിൾ വാങ്ങി കൊടുക്കട്ടാ. എല്ലാരും വാങ്ങും. നല്ല ടേസ്റ്റ് ഉണ്ട്, മധുരമുള്ളതാണ്. നല്ല പാട്ടൊക്കെ നിറയ്ക്കുന്ന നല്ല പൈനാപ്പിൾ ഉണ്ട്, നല്ല ഉപ്പിലിട്ട പൈനാപ്പിൾ ഉണ്ട്, വിത്ത് മുളക് കുരുമുളക് ഇട്ട പൈനാപ്പിൾ. രാവിലെ മുതൽ അങ്ങനെ അപ്പൊ ഇസ്മായിൽ കീ വാങ്ങാൻ ഒന്നും കൂടി. എന്റെ പേര് ഇസ്മായിൽ അല്ല, സോറി മമ്മു അല്ല. ഇക്കും കൂടി വാങ്ങ് ചേട്ടന്റെ സ്കാനർ അപ്പൊ എന്തായാലും പിന്നെ ഇത് മൊത്തം വിറ്റിട്ടാ നമ്മള് ക്യൂൻസിന് പോകുന്നത്. എന്താ ജാസി? അതല്ല, അത്രേ ഉള്ളൂ. കാരണം ചേട്ടൻ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വന്നത്. ഇതെന്താ ഇത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഓക്കെ. ഇതെന്തിന്റെ മീശയിൽ ഇങ്ങനെ തിന്നാൻ പറ്റുമ്പോ മുടി ഉള്ളിലേക്കോലെ. അടുത്തത് ബാ 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 മോനെ ബാ. പൈനാപ്പിൾ ഇത് ആദിലല്ലേ? നീ എന്തിടാ വീട്ടിൽ പോ. പൈനാപ്പിൾ ഉപ്പിലിട്ടതല്ല വാങ്ങിയിട്ട് മുളകിട്ട പൊടികളുണ്ട്. സപ്പോർട്ടിംഗ് മൈൻഡോട് കൂടി ഒന്ന് ആഘോഷമാക്കാം. ഇത്തവണ നല്ല ഉപ്പിലിട്ടത്, പിന്നെ അതേപോലെ തന്നെ നല്ല ഇതൊക്കെ ഉണ്ട്. ഒന്ന് വേണം കഷ്ടപ്പെട്ട് പൈനാപ്പിൾ വേണ്ട. ഓക്കെ ഒന്ന് സപ്പോർട്ടിങ്ങോട് കൂടി അങ്ങനെയല്ല ചേട്ടാ. നമ്മള് ഒരു ചേട്ടനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നല്ല പൈനാപ്പിൾ ഉണ്ട്, ഉപ്പിലിട്ട മാങ്ങണ്ട്. എന്താ വേണ്ടത്? വെറും 40 രൂപ. ചേട്ടനെ കാണാൻ പേര് അപ്പൊ ഹുസൈൻ ബ്രോ മേടിച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബിഗ് ഡബിൾ മുത്ത എന്താ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? അടിപൊളി തന്നെ, പൊളിയല്ലേ? ഏതാ വേണ്ട? ഉപ്പിലിട്ട ഒരു ബിഗ് ഡബിൾ. എല്ലാരും ഒരു ബിഗ് ഡബിൾ, എല്ലാരും കൂടി അങ്ങനെ പൈനാപ്പിൾ ആണോ മാങ്ങ ആണോ? പൈനാപ്പിൾ ഉണ്ട്, മാങ്ങയുണ്ട്, വിത്ത് മുളകുള്ളതാണ്. അപ്പൊ എന്തായാലും സന്തോഷാവുന്നില്ലേ? സന്തോഷല്ലേ? ഹാപ്പി അല്ലേ? പൊളിയല്ലേ ചേട്ടൻ? പൊളിയല്ലേ? പൊളി. പൈനാപ്പിള് ഉപ്പിലിട്ട മാങ്ങ ഒക്കെ ഉണ്ട്. നമ്മള് ചേട്ടനെ സപ്പോർട്ട് ചെയ്തിട്ടാണ്. ഒന്നെടുക്കട്ടോ? 40 രൂപ. ചേച്ചിക്ക് ഒരു പൈനാപ്പിൾ കൊടുത്താ? ചേച്ചിന്റെ പേര് ഉഷ. അപ്പൊ ഉഷ ചേച്ചിക്ക് ഒരു ഡബിൾ കൊടുക്ക്. കുഞ്ഞുമോളെ പേരെന്താ? ഹനാ ഫാത്തിമാക്ക് ഒരു ബിഗ് ഡബിൾ കൊടുത്തേ. ഹനാ ഫാത്തിമാനെ കാണുമ്പോ ഒരു ഗായികയാണെന്നുള്ളൊരു സൂചന കിട്ടിയിട്ടുണ്ട്. പാട്ട് പാടോ? നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പറ്റുമോ? വേണ്ടിട്ട് ഒരു പാട്ട് പാടാൻ പറ്റൂല. റനാ ഫാത്തിമ അല്ല, സോറി, ഹനാ ഫാത്തിമ. ബുദ്ധിമുട്ടിക്കുന്നില്ല. നമുക്ക് നമ്മുടെ ഇതിലേക്ക് എത്രയാ? 80 അല്ലേ? 40 അപ്പൊ 40 രൂപ അല്ല 80 രൂപ. ബുദ്ധിമുട്ടാണ്. അല്ലല്ല, ആ ഹുസൈനിക്ക് നല്ല അടിയാ, നല്ല അടുത്ത് പൊളിയല്ലേ? നടക്കട്ടെ. ചേട്ടൻ നോട്ടാ, ചേട്ടൻ തിന്നുന്നുണ്ടോ? അല്ലല്ലേ, കൊടുക്കും. പൊളിയാളാ. അടുത്ത
ഇത് എന്നാലും ഹനാഫാത്തിമ നീ എന്താ ഒരു പാട്ട് പാടാ? 50 ഇത് 40 50. ഞാൻ ഒരു പാട്ട് പാടട്ടെ. പഠിക്കുന്നേ 20 രൂപ തിരിച്ചു 20 തിരിച്ചു വിടും. 10 മേടിക്കും. ഹനാഫാത്തിമക്ക് നോമ്പുണ്ടോ? ഹനാഫാത്തിമ നോമ്പുണ്ടോ? രണ്ടെണ്ണത്തിന്റെ ഓക്കെ എന്തെന്നാ വന്നിട്ടുണ്ടല്ലോ ഇടാ. നമ്മള് അപ്പൊ ഒരു പൈനാപ്പിൾ വാങ്ങോ? രണ്ട് ചായയും അതെന്തൊരു ചോദ്യാണ്. ഒരു പൈനാപ്പിൾ ഒരു മാങ്ങ എടുക്ക്. എന്താ രണ്ടാൾ പേരെന്താ? നമ്മള് ഈ ചേട്ടൻ കൊറേ നേരം ഈ സാധനം വിൽക്കാണ്ടിങ്ങനെ നിൽക്കുന്നു. അപ്പൊ 140 രൂപയേ ഉള്ളൂ. കാരണം ഒന്നാമത് ഞാൻ കാര്യം just ഒന്ന് സെല് ചെയ്ത് കൊടുക്കാം. ഒന്നാമത് ഇവിടെ കുറെ ആൾക്കാരില്ല, അതുകൊണ്ടാണ് ചേട്ടൻ ഇങ്ങനെ എന്തോ മുഖല്ലോ എന്തോ വിഷമം പോലെ തോന്നി നമുക്ക്. അതുകൊണ്ട് നമ്മൾ ഇത് മൊത്തം അങ്ങ് വിറ്റിട്ടാ നമ്മൾ അങ്ങ് തീർക്കും. എന്താ ഇത്? എന്താ ഇത്? ഓഫാക്കണ ഫിലിപ്പ് എന്താ ഇത്? ഇവിടെ ഒരാളെ ഇതാക്കാൻ നോക്കുമ്പോ അതാ എന്ത് നീ ഗൂഗിൾ പേ ഉണ്ടോ ഏട്ടാ? നമ്പർ ഉണ്ട്. അപ്പൊ ഏട്ടാ നമ്മള് അടുത്ത ആളെ വിൽക്കട്ടെ. QR കോഡ് ഇല്ലേ? നല്ല അടിപൊളിയാണ്. ഇങ്ങ ഭയങ്കര ഇത് കാണിച്ചാ ഇത് നോക്കട്ടെ. നല്ല പൈനാപ്പിൾ, അതായത് ചേട്ടൻ കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ 18 വയസ്സൊക്കെ കഴിഞ്ഞതോ? ചോറ് വെച്ചിട്ട് വന്നാ എന്നാ ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല. എന്നാലും നമ്മളോട് 5 ആൾ എത്ര ആൾ വാങ്ങിയിട്ടുണ്ടാവും? കുറെ ആള് ഫ്രീ കൊടുക്കുന്നുണ്ട്. നമുക്ക് 2 ആൾക്ക് ഫ്രീ കൊടുക്കുന്നുണ്ട്. അതിന്റെ പൈസ നമുക്ക് കൊടുത്താൽ പോരെ? അത് ശരിയാണല്ലോ. വേണ്ട, സെല്ലായിട്ടില്ലെങ്കിൽ അവസാനം ബാക്കിയുള്ളത് നമുക്ക് എടുക്കാം. പക്ഷേ കൊടുത്താ എങ്ങനെയുണ്ട്? അതെന്താ ചേട്ടാ പൈനാപ്പിൾ വേണ്ടേ? പൈസ ഇല്ല, അത് നമ്മൾ കൊടുത്തോളൂ. എടാ നമ്മൾ കൊടുത്തോളൂ. നമ്മളെ ഗാങ്സ്റ്റർ ലുക്കുണ്ട് മുത്തേ. ശരി വേറെന്താ? അപ്പൊ ഇസ്മായിലൊന്നും കൊടുത്താ. ഇസ്മായില എന്താ പേര്? ആദില്. നല്ല വേദനയും പോയി. പൈനാപ്പിൾ നിന്ന് കഴിഞ്ഞാൽ അടിപൊളി സാധനമാണ്. 2 ചായ 2 വെറും 140 രൂപ മാത്രമേ ഉള്ളൂ. 80 രൂപ ഗൂഗിൾ പേ. ഗൂഗിൾ പേ കൊടുക്കണേ. അപ്പൊ ഗൈസ് ഇത് എന്നാ പിന്നെ 2 എണ്ണം കൂടി എടുത്തോ. അപ്പൊ ഒറ്റക്ക വന്നിട്ട് ഗേൾ ഫ്രണ്ട് ഒന്നില്ലേ ഇദ്ദേഹത്തിന് സപ്പോർട്ട് പെണ്ണില്ലേ? അപ്പൊ എന്നെ പോലെ അപ്പൊ ഒറ്റക്കായിട്ടിരിക്കാം. അപ്പൊ അടുത്ത അങ്ങോട്ട് പൈനാപ്പിൾ ഉണ്ട്, ഉപ്പിലിട്ട പൈനാപ്പിൾ ഉണ്ട്, ഉപ്പിലിട്ടയോ കഷ്ടപ്പെട്ടിട്ട് അധികം ബുദ്ധിമുട്ടിക്കുന്നത്. ഇനി റോഡിൽ അപ്പുറത്തിറങ്ങുക. നമുക്ക് ഈ ഭാഗത്തേക്ക് വരുന്നത് പൈനാപ്പിൾ ഉണ്ട്, ഉപ്പിലിട്ട പൈനാപ്പിൾ ഉണ്ട്. എന്തെന്ന സിറാജ നിന്നെ കണ്ട നീ വാങ്ങുന്ന എനിക്കറിയാം. ഒരാളെ നമ്മൾ സഹായിക്കാൻ വന്നതാണ്. ഒന്ന് വാങ്ങി, ഒന്ന് സ്നേഹത്തോടൊന്ന് വാങ്ങി. എന്നാ പോട്ടെ അതിലെ തന്നെ എടുത്തേ. 4 അപ്പൊ 4 4 നമ്മുടെ ഇതിലും ബാക്കിയുള്ളത് നല്ല പൈനാപ്പിൾ പിന്നെ ഉപ്പും മധുരമുള്ള നല്ല മാങ്ങയുണ്ട്. ഒരു പൈനാപ്പിൾ ഒരാളെ സഹായിക്കാൻ എനിക്ക് മാങ്ങ രണ്ടാളും ഒത്തിരി മാങ്ങയുണ്ട്. എനിക്ക് പൈനാപ്പിള് ചക്കില്ലാത്ത നമ്മളെ വായ്പല്ലാത്ത അപ്പൊ ഒരാളെ സഹായിക്കല്ലേ ചേട്ടാ? എങ്ങനെ ഹാപ്പി ആയിരിക്കുന്നില്ലേ? നിങ്ങൾ മുന്നിൽ നിന്നാ നിങ്ങൾ എന്തെന്നാ ബേക്കിൽ നിൽക്കുന്നത്? നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല നമ്മളാ? ഉറപ്പല്ലേ? ഒരു ചക്കര തന്നെയാണ് കേട്ടാ. എങ്ങനെയുണ്ട് സാധനങ്ങളൊക്കെ? ഇതാ ഇനി ആകെ 1 3 4 എണ്ണേ ഉള്ളൂ. എത്ര ഉണ്ടായ സാധനങ്ങളാണ്?
പൊളിയല്ലേ ചേട്ടൻ കച്ചവടത്തിനിടയിൽ നമുക്കൊന്ന് ആവേശാക്കാൻ വേണ്ടി റാപ്പ് പാടിയാലോ? റാപ്പോ? ഒരു റാപ്പ് പാടിയാലോ? പിന്നെ റാപ്പ് പാടാം. ഇവര് നമ്മുടെ ലൈവില് വന്നിട്ടുണ്ട്. അതാ പിന്നെന്താ ചോദിക്കണ്ടേ? ഞാൻ തരൂ, ചോദിച്ചാലേ ഞാൻ പൈനാപ്പിൾ തരൂ. 40 റുപ്യല്ലേ ഉള്ളൂ. ഒരു മാങ്ങ ഒരു പൈനാപ്പിൾ എടുത്തു, അപ്പൊ 80 റുപ്യ. അങ്ങനെയുണ്ട്, അതെങ്ങനെയുണ്ട്? എന്താ പേര്? എന്താ പേര്? ഫർഹാന. അടുത്തതായി നമ്മുടെ കയ്യിൽ നിന്ന് മാങ്ങ പൈനാപ്പിൾ മാങ്ങയുണ്ട്. മാങ്ങ വേണം, പൈനാപ്പിൾ പൈനാപ്പിൾ വേണോ ആപ്പിൾ വേണോ? അല്ല സോറി, പൈനാപ്പിൾ അല്ല, മാങ്ങ വേണോ? പൈനാപ്പിൾ. അപ്പൊ ഓക്കെ, ഫർഹാനൊക്കെ ഒരു ഡബിൾ കൊടുത്താ. ഫർഹാനെ കാണുമ്പോൾ എനിക്കൊരു ഇത് തോന്നുന്നുണ്ട്. പിന്നെ ഒരു പാട്ട് പാടും. പാട്ട് പാടോ ഫിലിപ്പൻ? ഈ ഗിറ്റാറ്, ഫർഹാൻ ഒരു പാട്ട്. എങ്ങനെ കോമ്പോ സെറ്റ് ആവോ? നമുക്ക് വേണ്ടിട്ട് പാട്ട് പാടും. അപ്പൊ ഇവിടെ ഇരിക്കാം. ചേട്ടനെ ഒഴിവാക്കല്ലേ കേട്ടോ? അല്ല ചേട്ടനെ. ഓക്കെ ഫർഹാന്റെ ആരാണ്? ഫ്രണ്ട്. അപ്പൊ പാട്ട് പാടാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. നമുക്കെല്ലാം അറിയുന്ന പാട്ടാ. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ മലയാളം പഠിക്കണം. ഏതെങ്കിലും ഒരു വൈബുള്ള ഒരു പാട്ട് പാടുക. ഏതെങ്കിലും ഇഷ്ടമുള്ള പാട്ട്. ഹിന്ദി ലിറിക്സ് വേണം. താഴെ വേണം മുകളിൽ വേണം കൂടെ ചോദിക്കേണ്ടി വരും. അപ്പൊ ഞാൻ ഒരു പാട്ട് പാടിത്തരാം. വഴി തെറ്റിപ്പോയാലും നമ്മള് കഴിവ് തെളിയിക്കുന്നില്ല. അതേപോലെ അല്ല, നമുക്ക് കഴിവില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന പോലെ വാക്കാം. അതാ പാടിയാ. അതാരോ അല്ല എലി അടിയുന്നുണ്ട് അപ്പുറത്തുനിന്ന്. ഇവനക്ക് അറിയില്ല. വെറുതെ കൈയിട്ടിങ്ങനെ അലക്കുന്ന ഫിലിപ്പ് അലക്കാനോ? അതെന്താന്ന്? 1 2 3 സ്റ്റാർട്ട്. तेरे बिन गावा मैं, तेरे बिन जी लगदा नहीं है, बस तेनू चावा मैं। चांदे चांदे प्यार तो वसदी हसीरो करिए सजना तेरी जोल तेरे सारे तेरे प्यार से हसीरो. എല്ലാവർക്കും ഡബിൾ. ഓ ഫറാനൊക്കെ എല്ലാരും ഡബിൾ. ഈ പാടിക്കോട്ടെ, ഞാൻ പറഞ്ഞു. പൈനാപ്പിൾ തീർന്നോ? മലയാളം ഉണ്ടോ? മലയാളം പാട്. നമുക്ക് ഒപ്പരം ആസ്വദിക്കാൻ പറ്റിയ പാട്ട് ഏതാ? അതായത് എല്ലാവർക്കും ഒപ്പരം പാടാൻ പറ്റിയ ഹുസൈൻ കിങ് കമന്ററി ബേക്കെന്ന് പറയുന്നത് കേട്ടാ. ഹുസൈൻ്റെ ബേക്കുന്ന ഞങ്ങളുടെ ഗായകനിതാ. ആര്? അഖിലോ? നമ്മളെ ക്യാമറമാൻ അഖിൽ പാടൂല. അഖിലോട്ടം പാടട്ടെ. അഖിലോട്ടാ ഫറാന പാട്ടാ. നമുക്ക് എല്ലാവർക്കും പാടാം. ഫിലിപ്പ ഒരു 5 മിനിറ്റ് കൊണ്ടാണ്ടോ ഇപ്പോൾ പാട്ട് പാടി കൊല്ലല്ല. പിന്നെ എന്നാ പിന്നെ മലയാളം പാടിക്കോ. നമുക്ക് എല്ലാവർക്കും പാടാൻ പറ്റിയ ബഫറിംഗ് ഉണ്ടോ? അടിപൊളിയായിട്ട് പാട്ടല്ലാതെ ഇവിടെ വേറെ പാട്ടുണ്ടാ? മമ്മു പാട്ട് പാടും, നമ്മുടെ കൂടെ പാടുന്നുണ്ടെങ്കിൽ മാപ്പിളപ്പാട്ടാ. ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്നാ പിന്നെ നമുക്ക് മണിച്ചേട്ടന്റെ പാട്ട് അങ്ങ് കാച്ചാലോ? ഫറാന പാടട്ടെ മോളെ. ചിരിക്കല്ലേ. ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലിക്കേരി മീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടേല് നെയ്യുള്ള പിടക്കണ മീനാണേ. ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലിക്കേരി മീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടേല് നെയ്യുള്ള പിടക്കണ മീനാണേ.
അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ മീനും കൊണ്ടൻ ചെറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടേല് നെയ്യുള്ള പിടക്കണ മീനാടേ. നമ്മുടെ ഗ്രൂപ്പിനോട് സപ്പോർട്ട് ചെയ്യോ? എന്നാ പിന്നെ എന്താ പേര്? കൊച്ചി കൂട്ടുകെട്ട് നമ്മളെ അഡ്മിൻ മൂപ്പറ അർജുൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അർജുൻ. അപ്പൊ കൊച്ചി കൂട്ടുകെട്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഇൻസ്റ്റാഗ്രാം. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ ചേട്ടനെ വിളിച്ചു. ആ ചേട്ടനെ ഹുസൈനെ കൂടെ ഉണ്ട്. എന്താണ് അടിപൊളി. നമ്മള് പറഞ്ഞ പോലെ തന്നെ ഇത് അപ്പൊ ചേട്ടൻ വരുമ്പോ ഇതിലത്തെ എത്ര ഉണ്ടായിരുന്നു നമ്മള് പൈനാപ്പിൾ? 16 16 പൈനാപ്പിൾ. ആ 16 പൈനാപ്പിൾ നമ്മള് അങ്ങ് വിറ്റിട്ട് അതിന് ആകെ ഒരു പൈനാപ്പിളാണ്. അത് നമുക്ക് എടുത്തൂടെ? ഫ്രീ ഒന്നും വേണ്ട, നമ്മള് പൈസ തരും. കേട്ടാ അത് ഫിലിപ്പ് എടുത്തോണ്ട് പോയിട്ടുണ്ട്. എങ്ങനെ സന്തോഷല്ലേ? അടിപൊളിയല്ലേ? പൊളിയല്ലേ? 4 മണിക്കൊന്നും അല്ല. ഓക്കെ. എവിടെ ശരിക്കുള്ള സ്ഥലം എവിടെയാ? അപ്പൊ ഇവിടെ താമസം എവിടെ? പാട്ട് പാടും നമുക്ക് നമ്മുടെ ഒരു സ്നേഹത്തിന് വേണ്ടി. ചേട്ടൻ അറിയുന്നുള്ളൂ നമ്മുടെ സ്നേഹം. 2 പേര് പാട്ട് നിങ്ങളെ നമ്പർ ചാറ്റ് ഞാൻ ഇപ്പൊ ഒച്ചത്ത് പറയല്ല. കൈമ പൈസ ഇല്ലല്ലോ, ഗൂഗിൾ പേ അല്ല ചെയ്ത് കൊടുക്കാം. അപ്പൊ ചേട്ടൻ പിന്നെ അതേപോലെ തന്നെ ഇവിടെ വരുന്ന ആൾക്കാരെന്താക്കാ മൂപ്പരെ കണ്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാം. ഇത് ചേട്ടന്റെ സ്വന്തം നമ്പർ എന്നല്ലേ? അല്ലേ? അല്ല കുഴപ്പമില്ല. ഇനി കുറഞ്ഞ ക്യാമറ വാങ്ങിയിട്ട് ചേട്ടന് അപ്പൊ ക്യൂൻസിൽ ആളില്ലാന്ന് കണ്ടപ്പോ കുറച്ചൊക്കെ ആള് വന്നിട്ടുണ്ട്. ഇനി എന്താ പരിപാടി? പഠിക്കുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ എത്ര വരെ പഠിച്ചു? അല്ലേ? ഓ +1. അപ്പൊ ഞാൻ 10 വരെ പോയിട്ടുള്ളൂ. നോക്കണേ. ഹോക്സാണോ? അറിയില്ല, നോക്കിക്ക്. അല്ല എത്ര യു ആർ ഹോൾഡ് അറിയൂ? 23. നിങ്ങൾ വിട്ടാ അപ്പൊ ഓക്കെ. പിന്നെ ആരൊക്കെ വന്നു? എങ്ങനെ വന്നു? ഇതാ ഇവരാണ് ഫ്രണ്ട്സ്. ആദിലോ നീ ഇവിടെ ഫ്രണ്ട്സ്? പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഹാപ്പി ആയില്ലേ? അപ്പൊ സുഖസുന്ദരമായിട്ട് കടന്നുറങ്ങിക്കോട്ടാ. ചേട്ടാ അടുത്ത പാട്ട് അടുത്ത പാട്ട് കൊണ്ടുവന്നു. ഇവിടെയായിരുന്നോ? അപ്പൊ താങ്ക് യു കേട്ടോ, കണ്ടത് വളരെ സന്തോഷം. ഓക്കെ അല്ലേ? ചേട്ടന് എന്താ പറയാനുള്ളത്? തമിഴിൽ സന്തോഷം മാത്രം. ഓക്കെ. ചേട്ടൻ ഒരു ബിഗ് ഡബ്ല്യൂടെ പൈസ അയച്ചു കേട്ടോ. പൈസ കൊടുത്തില്ലേ? അല്ല ശരി, കാണാം. ശരിക്കും എന്താണ്